നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് കോർപ്പറേഷൻ അല്ലെ, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഈ ഇയർ വരുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് നിങ്ങൾ അറിയേണ്ടത്. ഏതാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക്. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ പറയുന്ന പോസ്റ്റിന്റെ അസിസ്റ്റന്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാടാ? 2020 കണ്ടോ, 2020. അപ്പൊ ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അതായത് ഓഗസ്റ്റ് 2020 ഓഗസ്റ്റ് 25 ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് കാറ്റഗറി നമ്പർ 59/2020 ആയിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് പരീക്ഷയെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 2023 ഓഗസ്റ്റ് മാസം 8 ആയിരുന്നു. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണ്ട, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 970 പേരായിരുന്നു ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻക്ലൂഡ് ചെയ്തത് 970 പേരാണ്. പക്ഷേ അന്ന് നമ്പർ ഓഫ് വേക്കൻസീസ് 10 എന്ന് പറഞ്ഞാലും ഇപ്പൊ നിലവില് നമുക്ക് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 36 പേർക്കാണ്. ഓക്കെ, 36 പേർക്കായിരുന്നു അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത് 9/6/2025 അതായത് കഴിഞ്ഞ മാസമാണ്, അത് ജൂൺ മാസമാണ്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ജൂലൈയിലാണ്. അപ്പൊ ജൂൺ മാസത്തിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ഒരു പരീക്ഷയുടെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ കട്ട് ഓഫ് പറയുമായിരുന്നുവെങ്കിൽ നമുക്കറിയാം 35 മാർക്കായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. 2023 ഓഗസ്റ്റ് മാസം 25 റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിന്റെ കാലാവധി എപ്പോൾ തീരും? 3 ഇയർ അല്ലേ? അപ്പൊ എന്താണ്? 26 തീരും. അപ്പം 2025 ഡിസംബർ മാസത്തിനുള്ളിൽ, ഡിസംബർ 2025 എന്താണ് നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ന്യൂ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യണോടാ? PSC പുറത്തേക്ക് വിടണം അല്ലെ? അപ്പൊ ഇതിന്റെ പുറത്തേക്ക് വിട്ടാലാണ് നമുക്ക് ആ ഒരു എക്സാം കഴിഞ്ഞ് എന്തുണ്ട്, ഇതിനൊരു പ്രിലിംസ് എന്തായാലും ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ടാകും, അതുപോലെ നമ്മളുടെ ഏതാണ് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ ഉണ്ടാവും, കമ്പനി ബോർഡിന്റെ ഉണ്ടാവും, എല്ലാം കൂടെ ചെയ്തിട്ട് SBCയുടെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സാം കലണ്ടറിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കിതെല്ലാം ഒരുമിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സാം വരുന്നത്. അപ്പൊ പലതിന്റെയും 2026 ആവുമ്പം റാങ്ക് ലിസ്റ്റ് പുതിയത് വരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ നമുക്ക് അടുത്ത് തന്നെ എന്ത് ചെയ്യാം? നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇപ്പോഴേ മുതൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് PSC നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൃത്യമായ ഒരു ടൈം ടേബിൾ, മറ്റുള്ളതിൽ നിന്ന് AZB അക്കാഡമിയെ വ്യത്യസ്തമാക്കുന്നത് ക്ലാസ്സുകളുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. ഒരു ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ ആയിട്ട് റാങ്ക് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമ്മളുടെ കോഴ്സിൽ ഡിഗ്രി ലെവലിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഡേ 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വൊക്കാബുലറി പാർട്ടിൽ നിന്ന് 5 മലയാളം, 5 ഇംഗ്ലീഷ് തരുന്നുണ്ട്. അങ്ങനെ ഡേ 5 വരെ നിങ്ങൾക്ക് തന്നിട്ട് ടോട്ടൽ ഈ 50 ബേസ് ചെയ്ത് ഒരു 25 മാർക്കിന്റെ വീക്ക്ലി എക്സാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഡേ 1 നിങ്ങൾക്ക് പഠിക്കേണ്ട ഏരിയാസ് ഈ ടൈം ടേബിളിൽ തന്നെ നിങ്ങൾക്ക് ജോഗ്രഫി, അതുപോലെ തന്നെ ഒരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഡേ 1 നിങ്ങൾ തരുന്നത്. അതാണ് ഞങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്.
ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാം. ദിവസവും നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ആപ്പിൽ ഒന്ന് കയറി ഈ കോഴ്സ് ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനും ഡെയിലി എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പെഷ്യലി നിങ്ങൾക്ക് ഡെയിലി റാങ്ക് കൂടാതെ, അതായത് റാങ്ക് ബൂസ്റ്ററിൻ്റെ കൂടാതെ കറണ്ട് അഫയേഴ്സ് സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെന്റർഷിപ്പിന്റെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമാണ് എക്സാം അടുക്കുന്ന സമയത്തുള്ള നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി മെത്തേഡ്. അതിൻ്റെ കൂടെ തന്നെ മാക്സിമം നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മാക്സിമം റിവിഷൻസിലേക്ക് പോകാം. PYQs, MCQs ഇങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടൊരു പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് ഇട്ടാൽ മാത്രമേ നമ്മൾക്ക് മെന്ററിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ ആൻഡ് താങ്ക് യു.